ഈ ഒരു പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തതാണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു പാർട്ടിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് സിലബസിൻ്റെ ഒരു ഐഡിയ നോക്കാം. നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് എന്താണ് സിലബസിൽ പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. നമുക്കറിയാം ഇത് എക്കണോമിക്സ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അങ്ങനത്തെ സബ്ജക്റ്റ് അല്ല. 50 മാർക്ക് നമുക്ക് ഇൻറ്റേർണൽ മാർക്കായിട്ടും ബാക്കിയുള്ള 50 മാർക്കാണ് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് എഴുതിയെടുക്കേണ്ടത്. സോ ഈ 50 മാർക്ക് ഇൻറ്റേർണലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാവുന്നതാണ്. 10 മാർക്ക് അറ്റൻഡൻസിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സിൽ കയറുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ 15 മാർക്ക് ബാക്കി എല്ലാ സബ്ജക്റ്റിനുള്ള പോലെ തന്നെ 15 മാർക്ക് അസൈൻമെൻ്റ് ആണ്. നമുക്ക് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ അല്ലെങ്കിൽ അവർ പറയുന്ന ടോപ്പിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി പ്രസൻറ്റ് ചെയ്താൽ നമുക്ക് ആ 15 മാർക്ക് ഈസി ആയിട്ട് കിട്ടുന്നതുണ്ട്. പിന്നെ വരുന്നതാണ് നമുക്ക് ഫസ്റ്റ് ഇൻറ്റേർണലിൽ 12.5 മാർക്ക് അത് കൺവേർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ രണ്ടാമത്തെ ഇൻറ്റേർണൽ എക്സാം സീരിയസ് എക്സാമിന് അവിടെ നിന്നും നമുക്ക് 12.5 മാർക്ക് കിട്ടുന്നുണ്ട്. സോ അങ്ങനെ നമുക്ക് ഈ 50 മാർക്കാണ് നമുക്ക് ടോട്ടലായിട്ട് ഇൻറ്റേർണൽ മാർക്കായിട്ട് വരുന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് നോർമൽ സബ്ജക്റ്റിൽ 40 മാർക്കാണ് ഇൻറ്റേർണൽ, ഇവിടെ നമുക്ക് 50 മാർക്കാണ് ഇൻറ്റേർണലായിട്ട് കിട്ടുന്നത്. ഇനി ബാക്കിയുള്ള 50 മാർക്ക്, അതായത് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ വഴി എഴുതിയെടുക്കേണ്ട ബാക്കിയുള്ള 50 മാർക്കിൻ്റെ സ്പ്ലിറ്റപ്പ് എങ്ങനെയാണ്? സോ അവിടെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ പറയുന്നത്. നമുക്ക് പാർട്ട് എയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും മാക്സിമം ചോദിക്കുക. അതായത് ഒരു മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂൾ എടുക്കാം, അവിടെ നിന്ന് ഒന്നെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തായാലും 2ൽ കൂടത്തില്ല. എവിടത്തേക്കാണ് പറയുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. അതായത് പാർട്ട് എയിൽ 3 മാർക്കിൽ ചോദിക്കുന്നത്. അപ്പോൾ ചില മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ മൊഡ്യൂളിൽ നിന്നും നമ്മൾ 2 വെച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 8 ക്വസ്റ്റ്യൻ വരണം. അല്ലെ 4 മൊഡ്യൂളും 2 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ 8 ക്വസ്റ്റ്യൻ വരണം. നമുക്കിവിടെ എ പാർട്ടിൽ ചോദിക്കുന്ന 6 ക്വസ്റ്റ്യനേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും അപ്പോൾ ഏതെങ്കിലും മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കണം. ഓക്കെ, അതേപോലെ നമുക്കവിടെ വേറെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എ പാർട്ടിൽ മാക്സിമം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, മാക്സിമം 2 ക്വസ്റ്റ്യൻ ചോദിക്കാം, മിനിമം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഒരു മൊഡ്യൂളിൽ നിന്ന്. പക്ഷേ പാർട്ട് ബിയിലേക്ക് എത്തിക്കുമ്പോൾ നമുക്കിവിടെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. സോ ഈ 8 മാർക്കിൽ നമുക്ക് സ്പ്ലിറ്റപ്പ് ഉണ്ടാവും. 5 മാർക്ക് 3 മാർക്ക് അങ്ങനെ വരാം. അതെല്ലാം 4 മാർക്ക് 4 മാർക്കിന് വരാം. എന്തായാലും 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് എസ് എ പാർട്ടിൽ ഒരു മൊഡ്യൂളിൽ നിന്ന്. അതിലൊരെണ്ണം നമ്മൾ ചെയ്താൽ ഓക്കെ, അത് നമുക്കറിയാവുന്നതാണ്. ഇവിടെ നമുക്ക് അങ്ങനെ 32 മാർക്ക് കിട്ടും. 4 മൊഡ്യൂൾ 4 × 8 32 മാർക്സ് കിട്ടും. അതുപോലെ പാർട്ട് എയിൽ നിന്ന് നമുക്ക് 6 ക്വസ്റ്റ്യൻ ആണുള്ളതെന്ന് അറിയാം. 6 × 3 18 മാർക്കായിരിക്കും കിട്ടുന്നത്. സോ അങ്ങനെയായിരിക്കും മൊത്തത്തിലുള്ള ഈ 50 മാർക്ക് കിട്ടും. സോ നമുക്ക് ഈ 50 മാർക്ക് മേടിക്കാൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഞാനിതിപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോ ആയതുകൊണ്ടാണ് പറയുന്നത്. ഞങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ വീഡിയോസ് ഒന്നും ഓൾറെഡി അപ്ലോഡഡ് ആണ്. ജസ്റ്റ് 2 മണിക്കൂറിൽ നമ്മൾ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കാണുക. നമുക്ക് എൻ്റെ നോട്ട്സ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇത് ഈ പറയുന്ന നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നോട്ട്സ് നമ്മൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലും കൊടുത്തിട്ടുണ്ടാവും. സോ നിങ്ങൾ അതെല്ലാം കൂടി യൂസ് ചെയ്യാം. എന്നിട്ട് അതായത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ സെക്കൻഡ് പാർട്ടിലുമായിട്ട് ഫസ്റ്റ് മൊഡ്യൂൾ ചെയ്തത് കാര്യങ്ങളാണ് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ അതൊന്ന് കണ്ട് നന്നായിട്ട് പഠിച്ചിട്ട് വരിക. നമ്മളിവിടെ ഫുൾ ക്വസ്റ്റ്യൻ അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നമുക്ക് ഒരു എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതായിരിക്കും നമ്മളിവിടെ മെയിനായിട്ട് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് 3 മാർക്കിൽ ചോദിച്ചിരിക്കുന്ന 2 ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നു. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേസിക് പ്രോബ്ലംസ് ആണ്, അല്ലെങ്കിൽ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ദി എക്കോണമി. ആൻഡ് നമുക്കിവിടെ അറിയാവുന്നതാണ്, നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ. നമുക്കറിയാം 3 ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് നമുക്ക് ഉള്ളത്. അതായത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യാം. ഈ കാര്യങ്ങൾ 3 പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് എഴുതി പോകുക. ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ മാക്സിമം 2 സെൻറ്റൻസ് വെച്ച് ഓരോ കാര്യവും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുക. അപ്പോൾ നിങ്ങൾക്ക് ആ 3 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. 3 പോയിന്റ് എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ബെറ്റർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, ഓവറാക്കി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതേപോലെ രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് പോയിന്റ് ഔട്ട് 3 ആപ്ലിക്കേഷൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഓരോ ഗുഡിനും ഓരോ തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് ക്ലാസിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് നമുക്ക് ഓൾറെഡി പറഞ്ഞു പോയതാണ്. ജസ്റ്റ് കാര്യങ്ങൾ പറയാം. അതായത് എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയാം, ഇക്വേഷൻ കൂടി ഒന്ന് എഴുതി വെക്കാം. തന്നെ ഒരു 3 ആപ്ലിക്കേഷൻസ് പോയിന്റ് ആയിട്ട് എഴുതുക. നമ്മളവിടെ ഓവറായിട്ട് എഴുതി പ്രസൻറ്റ് ചെയ്തിട്ട് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആ 3 ആപ്ലിക്കേഷൻ നമുക്കറിയാം. ഫ്യൂച്ചർ പ്രൈസിൻ്റെ കാര്യങ്ങൾ പറയാം. അതേപോലെ തന്നെ നമുക്ക് വേരിയേഷൻസും നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഡിമാൻഡ് എങ്ങനെയാണ്, ഇതൊക്കെ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ചുമ്മാ എഴുതി വെച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. എന്നാൽ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി എഴുതുക. ഓക്കെ, നമുക്ക് എസ് എ പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ആദ്യമേ ചോദിച്ചിരിക്കും, നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിക്ക് തന്നെ പറഞ്ഞാൽ PPC എന്ന് പറയുക. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പാർട്ടിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് എന്താണെന്ന് PPC എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഫീച്ചേഴ്സ് പറയുക എന്നുള്ളതല്ല. ഇവിടെ 5 മാർക്കാണ്. നമുക്കറിയാം ഇവിടെ ഒരു കൺസ്ട്രെയിൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആവണം ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഏരിയനെ കുറിച്ച് മാത്രം ചോദിച്ചിരിക്കുകയാണ്. അതായത് നമുക്കറിയാം ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയാൻ ഇങ്ങനെയാണ്. ഈ പോയിന്റിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ഈ പോയിന്റ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഓക്കെ,
അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സപ്പോസ് എ കൺട്രി ഈസ് പ്രൊഡ്യൂസിങ് അറ്റ് എ പോയിന്റ് ഇൻസൈഡ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അതായത് നമുക്കറിയാം ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ റിസോഴ്സ് എന്ന് പറയുന്നത് മാക്സിമം യൂട്ടിലൈസേഷനിലല്ല. ഓക്കെ, അവിടെ വരുമ്പോൾ എന്താണ്, ഇവിടെ PPC വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, എക്സാമിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ PPC വരയ്ക്കാം. PPCന് എക്സ് ആക്സിസിൽ എന്തായിരിക്കും, ഗുഡ് എ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുഡ് ആയിരിക്കും, അപ്പുറത്തും അടുത്ത ഗുഡ് ആയിരിക്കും. സോ നമ്മളിവിടെ എഴുതുക ഇവിടുത്തെ സിറ്റുവേഷൻസിനാണ് മാർക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഈ ഒരു കേസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാതെ എന്താണ് ബാക്കിയുള്ള കേസസിൽ വരുന്നതെന്നും കൂടി ഒന്ന് പറഞ്ഞു പോയാൽ നല്ലതായിരിക്കും. സോ അപ്പം നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടതെന്ന് പറയുന്നത് ഗ്രാഫിൻ്റെ കാര്യമാണ്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, എന്താണ് PPC എന്ന് മെൻഷൻ ചെയ്യുക, ദെൻ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഈ 2 ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരുന്നത്. അതേപോലെ ഈ 2 ക്വസ്റ്റ്യൻസാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരുന്നത്. ഇപ്പോൾ ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സബ് പാർട്ടിലാണ് ഈ ലോ ഓഫ് ഡിമാൻഡിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എഴുതുക, 2 എക്സെപ്ഷനും എഴുതണം. സോ ലോയ്ക്ക് 1 മാർക്കും എക്സെപ്ഷനും 2 മാർക്കും ആയിരിക്കും കിട്ടുന്നത്. 2 എക്സെപ്ഷൻ 2 മാർക്ക്. അടുത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രൈസ് ഇലാസ്റ്റിറ്റിയുടെ ഒരു പ്രോബ്ലമാണ്. നമ്മളിത് ചെയ്ത അതേ പാറ്റേൺ ഓഫ് പ്രോബ്ലംസ് തന്നെയാണ്. ഇവിടെ നമുക്ക് ഒരു കൺസ്യൂമർ 10 യൂണിറ്റ് ഓഫ് ഒരു ഗുഡ് പർച്ചേസ് ചെയ്തു. അപ്പം അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 അപ്പോൾ പിന്നെ അയാൾ പ്രൈസ് കുറഞ്ഞു, അത് 90 മാറി. അപ്പം അയാൾ 8 യൂണിറ്റ് മാത്രമായിരിക്കും പർച്ചേസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് ഏത് ടൈപ്പിൽ വരുമെന്നും ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എവിടെ അറിയാം പ്രൈസ് ഇലാസ്റ്റിറ്റി ആണ്. സ്വാഭാവികമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, EP ആണ്. ഓക്കെ, EP കണ്ടുപിടിക്കാനുള്ള നമുക്ക് ഇക്വേഷൻ ഉണ്ടായതാണ് ഡെൽറ്റ Q ബൈ ഡെൽറ്റ P ഇൻറ്റു P ബൈ Q എന്നാണ്. സോ ഈ P എന്ന് പറയുന്നത് ഇനീഷ്യൽ പ്രൈസ് ആണ്, ഈ Q എന്ന് പറയുന്നത് ഇനീഷ്യൽ ക്വാണ്ടിറ്റി ആണ്. സോ നമുക്ക് ഇതറിയാവുന്നതാണ്. ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ ഇതേ പാറ്റേൺ ഓഫ് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഡയറക്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ Q എന്ന് പറയാൻ എന്തായിരിക്കും, ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആയിരിക്കും. ഓക്കെ, ആ കാര്യങ്ങൾ ആയിരിക്കും ഇവിടെ തെറ്റാൻ പോകുന്നത്. ഓക്കെ, തെറ്റിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഫൈനൽ എന്താണ്, ഇവിടുത്തെ 8 യൂണിറ്റ് ആയിരുന്നു, 8 മൈനസ് 10 എന്നായിരിക്കും വരേണ്ടത്. സോ എന്ന് പറയുമ്പോൾ -2 ആയിരിക്കും ഇവിടെ വരുന്നത്. ഡെൽറ്റ Q നമ്മൾ കണ്ടുപിടിച്ചു. ഡെൽറ്റ P എന്ന് പറയുന്നത് എന്താണ്, ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആയിരിക്കും ചെയ്യേണ്ടത്. സോ നമുക്കറിയാം 90 മൈനസ് 100 ചെയ്യാം. സോ അപ്പോൾ -10 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. then നമ്മൾ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. EP ഈക്വൽ ടു -2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ P എന്ന് പറയുന്നത് -10 ആണ് ഇൻറ്റു ഒറിജിനൽ പ്രൈസ് എന്തായിരുന്നു, ആദ്യമേ 10 യൂണിറ്റ്സ് ആയിരുന്നു, അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 ആയിരുന്നു. സോ 100 ഡിവൈഡ് ബൈ 10 എന്ന് വരും. നമുക്കറിയാം ഇതിൻ്റെ വാല്യൂ 10 ആണ്. ഈ മൈനസ് വെട്ടിപ്പോയി 2/10 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. ദെൻ ഈ 0.2 ഇൻറ്റു 10 ആയിരിക്കും, അതായത് 2 എന്നായിരിക്കും ആൻസർ കിട്ടുക. സോ നമുക്ക് EPയുടെ വാല്യൂ 2 ആയിരിക്കും. നമ്മൾ EPയുടെ വാല്യൂ 1 ആണെങ്കിൽ നമ്മളതിൽ പറയുന്നതാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. വളരെ ഈസിയാണ്, നമുക്ക് ആ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, ഈ അടുത്ത ക്വസ്റ്റ്യനാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഇതിൻ്റെ സബ്പാർട്ടായിട്ട് ചോദിച്ചാണ്, 3 മാർക്കിന് ചോദിച്ചാണ്. ജസ്റ്റ് ലോ എന്താണെന്ന് പറയാം, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. 3 മാർക്കിനാണ്, നമ്മൾ അധികം എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എസ്എ പാർട്ടിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിരുന്നത്. നെക്സ്റ്റ് മൊഡ്യൂളിൻ്റെ ക്ലാസ്സസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ ഓരോ മൊഡ്യൂളിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾ അങ്ങനെ കണ്ടുപോവുക, പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. താങ്ക് യു.